45 ദിവസങ്ങൾ പിന്നിടുകയാണ് ബിഗ് ബോസ്. നിരവധി രസകരമായ, ഓർമ്മിക്കാവുന്ന, എന്നാൽ ചിലത് മറക്കേണ്ട ചില നിമിഷങ്ങൾ ഈ 45 ദിവസം ബിഗ് ബോസ് വീടിനകത്ത് കണ്ടു കഴിഞ്ഞു. എനിവേസ്, ഇനിയുമുണ്ട് 45 ദിവസങ്ങൾ മുന്നോട്ട്. കാത്തിരിക്കാം ബാക്കി കളികൾക്കായി. അതിനുശേഷം വെൽക്കം ബാക്ക് സിജോയുടെ റീ എൻട്രി. എൻ്റെ ബിഗ് ബോസ് പറയുന്നുണ്ട് പ്ലാസ്മ ടി വിയുടെ ഫ്രണ്ടിൽ വെച്ച് സിജോയ്ക്ക് എന്തെങ്കിലും പറയാൻ. എന്നിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് പ്ലാസ്മ ടി വിയുടെ ഫ്രണ്ട് വെച്ച് സിജോ എന്തെങ്കിലും പറയുന്നു. സിജോ പറയുന്നുണ്ട് ഹെൽത്തി കോമ്പറ്റീഷന് വേണ്ടി കാട്ടുതീയായി ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. ഇതിനുശേഷം വീണ്ടും ജബ്രി ഷോ. ജാസ്മിൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്ലാരിഫിക്കേഷൻ നടത്തുന്നതെന്ന് അറിയില്ല. പക്ഷേ ഗബ്രി വളരെ ക്ലിയറാണ്. ഇവർ സംസാരിച്ചു തുടങ്ങുമ്പോൾ രശ്മിനും ജോയിൻ ചെയ്യുന്നുണ്ട്. ഗബ്രി പറയുന്നുണ്ട് എനിക്ക് ജാസ്മിനെ ഇഷ്ടമാണ്, സ്നേഹമാണ്, എല്ലാമാണ്, പക്ഷെ കല്യാണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും ഒരാൾ, എൻ്റെ പൊന്ന് ജാസ്മിനെ, അവൻ പറയുന്നത് വളരെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. അതെങ്ങനെ, നിനക്കും അതൊക്കെ ആയിരിക്കും വേണ്ടത്, ഇല്ലയോ? ഇതൊക്കെ കേട്ടതിന് ശേഷം ജാസ്മിൻ പറയുന്നുണ്ട് അടുത്ത ക്ലാരിഫിക്കേഷൻ. ഇവിടെ കാണുന്നവർ ആണ് തെറ്റുകാർ. കാരണം ഞാൻ ഗബ്രിയെ കൈ പിടിക്കുന്നതോ കെട്ടിപ്പിടിക്കുന്നതോ കൂടെ കിടക്കുന്നതോ അതൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പായിട്ടല്ല. അത് കാണുന്നവരുടെ കണ്ണിലാണ് കരട്, അല്ലാതെ ഞാൻ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ദൈവം നിന്നെ രക്ഷിക്കട്ടെ ജാസ്മിൻ, എത്ര പറയാനുള്ളൂ. രശ്മിൻ, താങ്കളുടെ നല്ല സുഹൃത്തായിരുന്നെങ്കിൽ മുഖത്ത് നോക്കി ജാസ്മിൻ്റെ ക്ലാരിറ്റി ജാസ്മിന് കൊടുക്കാമായിരുന്നു. അവിടെ ഇവിടെ ഇല്ലാതെ ഈ രണ്ട് വള്ളത്തിലും കാല് വെച്ച് രശ്മിൻ സഞ്ചരിക്കരുത്. ആറ്റിറ്റ്യൂഡ് കാണിച്ച ജാൻമണിയെ ചവിട്ടിയെടുത്ത് വെളിയിൽ കളയാമെങ്കിൽ രശ്മിൻ താൻ ഒന്നുമല്ല, താൻ ഈ കളിക്കുന്നതാണ് തൻ്റെ ഗെയിമെങ്കിൽ ഇതല്ല ഗെയിം, ഇത് തൊട്ടി ഗെയിമാണ്. ഇതിനുശേഷം ജാസ്മിൻ രശ്മിനെ വിളിച്ചുകൊണ്ട് റൂമിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. എന്തെന്തൊക്കെയോ ജാസ്മിൻ പറയുന്നുണ്ട്. നമ്മൾ ആ വിഷയത്തിൽ കയറി സംസാരിക്കുന്നത് കാരണം അത് മറ്റേ അടൽസുള്ളി ആയിപ്പോവും, താല്പര്യമില്ല അതിൽ. 45 ഡേയ്സിൽ ജാസ്മിൻ ഇത്രയൊക്കെ കൊണ്ടെത്തിച്ചു. ഇനിയിപ്പോൾ അവൻ്റെ ആവശ്യമില്ലയെന്ന് തോന്നിക്കാണും. അതിനാണോ ഇനി പുതിയ നാടകമെന്ന് അറിയില്ല. എന്തായാലും കൊള്ളാം. ഫ്രണ്ട് എന്ന് പറയുന്ന ടാഗ് വെച്ചിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. കെട്ടിപ്പിടി ഉമ്മ വയ്ക്കലും എന്തൊക്കെയായിരുന്നു. ഇതിനുശേഷം ഗബ്രി ക്യാമറയോട് പറയുന്നുണ്ട് എനിക്ക് സുഖമില്ല, എന്നെ മെഡിക്കൽ റൂമിൽ വിളിക്കണമെന്ന്. അത് ചോദിക്കാൻ അപ്പോഴേക്കും ജാസ്മിൻ ഓടി എത്തുന്നുണ്ട്. കാരണം കാണിക്കണമല്ലോ ഇപ്പോഴും കെയറിങ് ആണ്. പക്ഷെ അവൻ നൈസായിട്ട് ഒഴിവാക്കുന്നുണ്ട്. അവസാനം ബിഗ് ബോസ് സിജോയോട് പറയുന്നുണ്ട് ഗബ്രിയെ മെഡിക്കൽ റൂമിൽ കൊണ്ടുവരാൻ. അതിനുശേഷം എല്ലാവരെയും വിളിച്ചിരുത്തി 45 ദിവസമായി, 50 ദിവസം വരെ ഇവിടെ ഓരോ ദിവസവും ഓരോ പരിപാടികളുണ്ട്. ഇന്ന് നിങ്ങളുടെ പരിപാടി റാപ്പ് സോങ് ആണ്. അതിനുശേഷം ഇതാ ചലഞ്ചിങ് ടാസ്ക് 2 മെമ്മറി ടെസ്റ്റ്. എല്ലാവരും വളരെ ഗംഭീരമായി പങ്കെടുത്തു. എല്ലാവർക്കും ഒരേ പോയിൻ്റായി. അവസാനം 2 ടാസ്കിലും കൂടി വിജയിച്ച ഡെൻ ടീം പവർ റൂമിൻ്റെ നെക്സ്റ്റ് ചലഞ്ചിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം റാപ്പ് സോങ് വളരെ ഗംഭീരമായിരുന്നു. അതിനുശേഷം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ജാസ്മിനും രശ്മിനും കൂടി ക്ലാരിഫിക്കേഷൻ നടത്തുന്നുണ്ട്. എന്തായി അവർ ഉദ്ദേശിക്കുന്നതെന്ന് ആക്ച്വലി മനസ്സിലാവുന്നില്ല. എനിവേസ്, ഒരു ദിവസം കൂടി അങ്ങനെ ബിഗ് ബോസിൻ്റെ അവസാനിക്കുകയാണ്.